അതെ, ഇനി നിങ്ങൾ പറയുന്നവർ ഞാൻ ആർട്ടിസ്റ്റ് അല്ലായിരിക്കാം, ശരി, ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അല്ല. പക്ഷേ എനിക്ക് എൻ്റേതായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എനിക്ക് ഒരു റീൽസ് ചെയ്യണമെന്ന് തോന്നി, ഞാൻ റീൽസ് ചെയ്യുന്നു. അവരുടെ കൂടെ നിന്ന് ഞാൻ റീൽസ് ചെയ്തു. അവർ ചില ആൾക്കാർ ചോദിക്കുന്നത് കേട്ടു, സോണിക്ക് നാണമില്ലേ അവരുടെ കൂടെ നിന്ന്, അവരെ പോലെ ഉള്ളവരുടെ കൂടെ നിന്ന് അഭിനയിക്കാനും റീൽസ് ചെയ്യാനും സോണിക്ക് നാണമില്ലേ, സോണി ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയോ എന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജുകൾ കണ്ടു. ഞാൻ അവരുടെ കൂടെ നിന്ന് എന്ത് വൃത്തികെട്ട മെസ്സേജാണ് നിങ്ങൾക്ക് തന്നത്, എന്ത് വൃത്തികെട്ട സീനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തെന്ന് ഓർത്തുകൊണ്ട് എന്താണ് കുഴപ്പം? അവർക്ക് എന്താണ് കുഴപ്പം? അവർ മനുഷ്യരല്ലേ ഒന്നുമില്ലേലും. അവർ ഇച്ചിരി കറുത്തായതുകൊണ്ട്, അതോ ഇച്ചിരി മുടി താടി നീട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് എന്താണ് അവരങ്ങനെ പറയേണ്ട കാര്യം? എൻ്റെ അടുത്ത് അവർ യാതൊരു മോശമായിട്ട് ഒരു പ്രവൃത്തിയോ ഒരു വാക്കുകൾ കൊണ്ട് പോലും അവരെന്നോട് പെരുമാറിയിട്ടില്ല. ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു ചേച്ചി എന്നുള്ള രീതിയിലും അല്ലെ ഒരു അമ്മ എന്നുള്ള രീതിയിലും തന്നെയാണ് അവർ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. അല്ലാതെ മോശമായിട്ടൊരു രീതിയിലും അവരെന്നോട് പെരുമാറിയിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ മാതിരിയുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നത്? നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഞങ്ങളെ മോശ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയാൻ? ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഞങ്ങളെ മോശ രീതിയിൽ പറയാനായിട്ട് എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ, അർഹതയുണ്ടോ? അങ്ങനെയുള്ളവർ പറഞ്ഞു കേട്ടോ, കുഴപ്പമില്ല. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടൊന്നുമില്ല, ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഒരു മനുഷ്യർക്ക് ഞാൻ ദ്രോഹം ചെയ്യാറില്ല. പിന്നെ എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, എനിക്കതിൽ വിഷമമൊന്നുമില്ല. വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. എന്നെ എന്തൊക്കെയാണ് പറയുന്നത്, പാലാരിവട്ടം പാലത്തിൻ്റെ കീഴിൽ നിന്ന് ഞാൻ വന്നതാണ്, 500 രൂപ കൊടുത്ത് ഞാൻ വന്നതാണ്. അതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാൻ നിങ്ങളെ വീട്ടുകാരെയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയുന്നു, ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ മാന്യതയാണ് വിളിച്ചു പറയുന്നത് കേട്ടോ. ഒരാളുടെ കൂടെ ഒന്ന് അഭിനയിച്ചോ, അല്ലെങ്കിൽ ഒന്ന് വട്ടം കറക്കിയോ, അല്ലെങ്കിൽ ഒന്ന് എടുത്ത് ഒന്ന് പൊക്കി ഉയർത്തി ഒന്ന് വട്ടം കറക്കി എന്നും പറഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇതൊക്കെയാണോ മനുഷ്യർ? ഇങ്ങനെയാണോ മനുഷ്യർ? ഈ സിനിമയിലും സീരിയലിലൊക്കെ എത്രയോ ആൾക്കാർ എടുത്ത് ഉയർത്തി കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നുണ്ട്. അതിനൊക്കെ കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ അതിന് മാത്രമേ നേരം കാണത്തുള്ളൂ. അഭിനയം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. റീൽസിലാണെങ്കിൽ പോലും അഭിനയം എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആർട്ടിസ്റ്റ് അല്ലാത്ത രീതിയിൽ ഇരിക്കണം. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പെരക്കത്ത് കയറിയിരിക്കണം. നിങ്ങളാരെങ്കിലും എനിക്ക് ചിലവിന് കൊണ്ട് തരുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്നോട് പറയും നീ കൂലിപ്പണിക്ക് പോടിയെന്ന്. എനിക്ക് കൂലിപ്പണിക്ക് പോകാൻ താല്പര്യമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് കൂലിപ്പണിക്ക് പോകാനും താല്പര്യമില്ല, വ്യഭിചാരത്തിന് പോകാനും താല്പര്യമില്ല. അപ്പം നിനക്ക് വലിയ കൂലി